എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആണ്. ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഇന്ന് അടുത്ത ക്ലാസ്സാണ്. കഴിഞ്ഞ ദിവസം 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ നോട്ട്സ് മാസ്റ്റർ വ്യൂ ഹൗ ഡു യു മോഡിഫൈ ദ ഫോണ്ട് സൈസ് ഓഫ് ടെക്സ്റ്റ് ഫോർ ഓൾ നോട്ട്സ് ഓഫ് എ പ്രസൻറ്റേഷൻ. അതായത് ഒരു പ്രസൻറ്റേഷനിൽ നോട്ട്സ് മാസ്റ്റർ വ്യൂവിൽ നമ്മൾ ആ ഫോണ്ട് സൈസ്, അതായത് ടെക്സ്റ്റിന് എല്ലാ നോട്ട്സിൻ്റെയും ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ. മോഡിഫൈ ദ ടെക്സ്റ്റ് വിത്തിൻ ദ ബോഡി പ്ലേസ് ഹോൾഡർ. അതായത് പ്ലേസ് ഹോൾഡറിൽ ബോഡി പ്ലേസ് ഹോൾഡറിലുള്ള ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യാം. എ സ്ലൈഡ് മാസ്റ്റർ കൺട്രോൾസ് ദ ഓവറോൾ അപ്പിയറൻസ് സച്ച് ആസ് ഫോർമാറ്റിംഗ് ആൻഡ് ഡിസൈൻ ഓഫ് ഈച്ച് സ്ലൈഡ് ലേഔട്ട് ആൻഡ് ദെർഫോർ ഈച്ച് സ്ലൈഡ് ഇൻ യുവർ പ്രസൻറ്റേഷൻ. അതായത് സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഓവർ അപ്പിയറൻസ് കൺട്രോൾ ചെയ്യുന്നതാണ്. അതായത് ഫോർമാറ്റിങ്, ഡിസൈന് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഓരോ സ്ലൈഡിൻ്റെ ലേഔട്ടും ഇതിലാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. When you modify the slide master within your presentation, the changes will be applied to every slide layout. അതായത് നമ്മൾ ഈ സ്ലൈഡ് മാസ്റ്ററിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ സ്ലൈഡ് ലേഔട്ടിലും അത് ബാധകമായിരിക്കും. ഓൾ ടെംപ്ലേറ്റ്സ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ സ്ലൈഡ് മാസ്റ്റർ. അതായത് എല്ലാ ടെംപ്ലേറ്റ്സിലും ഒരു സ്ലൈഡ് മാസ്റ്ററെങ്കിലും ഉണ്ടാവും. ഓക്കെ. വിച്ച് ഫങ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ കൺസോളിഡേറ്റ് ഡയലോഗ് ബോക്സ്. കൺസോളിഡേറ്റ് ഡയലോഗ് ബോക്സിൽ അവൈലബിൾ അല്ലാത്ത ഫംഗ്ഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് PMT. അടുത്ത ക്വസ്റ്റ്യൻ, ടു സെലക്ട് ആൻ എൻറ്റയർ കോളം ഇൻ MS Excel പ്രസ്. അതായത് MS Excel ഒരു എൻറ്റയർ കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ് ആണ്. ഓക്കെ. നമുക്ക് ഒരു എൻറ്റയർ കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോളം ഹെഡിങ് ലെറ്റർ അല്ലെങ്കിൽ കോളം ഹെഡിങ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+Space ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ. Ctrl+Space അല്ലെങ്കിൽ അവിടെ രണ്ട് രീതിയിൽ MS Excel ഒരു എൻറ്റയർ കോളം സെലക്ട് ചെയ്യാം. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം ഹെഡിങ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+Space സെലക്ട് ചെയ്യാം. ഇനി Ctrl+ and arrow key to scroll the start and end of an each range in a column or before stopping at the end of worksheet. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വേർഷൻ ഓഫ് ദ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. താഴെ തന്നിരിക്കുന്നതിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മൗണ്ടെയിൻ ലയൺ ആണ്. OS X മൗണ്ടെയിൻ ലയൺ വേർഷൻ എന്ന് പറയുന്നത് ആപ്പിൾ ഇങ്കിൻ്റെ വേർഷനാണ്. ഇറ്റ് ഈസ് ദ 9th മേജർ വേർഷൻ ഓഫ് മാക് OSൻ്റെ ആൻഡ്രോയിഡ് വേർഷനാണ്. ആൻഡ്രോയിഡ് വേർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കിറ്റ്കാറ്റ്, ലോലിപോപ്പ്, മാർഷ്മെലോ, നോഗൗട്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ ഏതൊക്കെയാണ്? ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്. ഓക്കെ. അടുത്തത്, വെൻ വാസ് വിക്കിപീഡിയ ലോഞ്ച്ഡ്. വിക്കിപീഡിയ ഏത് വർഷത്തിലാണ് ലോഞ്ച് ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2001. 2001 വിക്കിപീഡിയ ലോഞ്ച് ചെയ്തത്. വിക്കിപീഡിയ വാസ് ക്രിയേറ്റഡ് ബൈ ജിമ്മി വെയിൽസ് ആൻഡ് ലാറി സാംഗർ. IT സ്കൂൾ സ്റ്റാർട്ടഡ് ഇൻ കേരള 2001. ഫേസ്ബുക്ക് ഫൗണ്ട് ചെയ്തത് മാർക്ക് സുക്കർബർഗ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമാൻഡ് ഇൻ ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിൽ കമാൻഡ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റൈൽ ആണ്. ദ ഇൻസേർട്ട് ടാബ് കണ്ടെയ്ൻസ് വേരിയസ് ഐറ്റംസ് ദാറ്റ് യു മേ വാണ്ട് ടു ഇൻസേർട്ട് ഇൻ ടു എ ഡോക്യുമെൻറ്റ്. അതായത് നമ്മൾ ഡോക്യുമെൻറ്റിലേക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇൻസേർട്ട് ടാബിൽ വരുന്നത്. ദീസ് ഐറ്റംസ് ഇൻക്ലൂഡ് സച്ച് ആസ് തിങ്സ് ആസ് ടേബിൾസ്, വേർഡ് ആർട്ട്, ഹൈപ്പർ ലിങ്ക്, സിംബൽസ്, ചാർട്ട്, സിഗ്നേച്ചർ ലൈന്, ഡേറ്റ് ആൻഡ് ടൈം, ഷേപ്സ്, ഹെഡ്, ഫൂട്ടർ, ടെക്സ്റ്റ് ബോക്സസ്, ലിങ്ക്സ്, ബോക്സസ്, ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻസേർട്ട് ടാബ് വഴി ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. എന്തൊക്കെയാണ്? ടേബിൾസ്, വേർഡ് ആർട്ട്, ഹൈപ്പർ ലിങ്ക്, സിംബൽസ്, ചാർട്ട്സ്, സിഗ്നേച്ചർ ലൈന്, ഡേറ്റ് ആൻഡ് ടൈം, ഷേപ്സ്, ഹെഡ്, ഫൂട്ടർ, ടെക്സ്റ്റ് ബോക്സസ്, ലിങ്ക്സ്, ബോക്സസ്, ഇക്വേഷൻസ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സെക്കൻഡ് ടാബ് ഇൻ ദ റിബൺ. സെക്കൻഡ് ടാബ്
ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻസേർട്ട് ടാബ് ആണ്. ഫസ്റ്റത്തെ ടാബ് ഹോം, സെക്കൻഡത്തെ ടാബ് ഇൻസേർട്ട് ആണ്. ഇറ്റ് കംപ്രൈസസ് 7 ടാബ്സ്. എന്തൊക്കെയാണ് 7 ടാബ്സ്? ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ ആൻഡ് വ്യൂ. The ribbon of insert tab in Microsoft Word is divided into multiple sections with the name, pages, tables, illustrations, links, header and footer, text and symbols. Okay. Which of the following is not present as a command in Home tab? Home tab present അല്ലാത്ത ഒരു കമാൻഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബോവ്. അതായത് ഇതിൽ ഹോം ടാബിൽ ഉള്ള കാര്യങ്ങളാണ് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്. ഇതൊക്കെ ഈ കമാൻഡുകളൊക്കെ ഹോം ടാബിൽ അവൈലബിൾ ആണ്. ഹോം ടാബ് ഈസ് ദ ഡിഫോൾട്ട് ടാബ് ഇൻ MS വേർഡ്. അതായത് MS വേർഡിൽ ഡിഫോൾട്ട് ടാബാണ് ഹോം ടാബ്. 5 ഗ്രൂപ്പാണ് വരുന്നത്: ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽ ആൻഡ് എഡിറ്റിംഗ്. അതായത് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിലെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് ഫോണ്ട് സൈസ്, ആഡിങ് ബുള്ളറ്റ്സ്, അഡ്ജസ്റ്റിംഗ് സ്റ്റൈൽസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് അതിൽ വരുന്നത്. ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് റിലേറ്റഡ് കമാൻഡ്സ് ആർ ദർ ഇൻ ഹോം ടാബ്? ഹോം ടാബിൽ എത്ര ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 5. ഹൗ മെനി ടാബ്സ് ആർ ദർ ഇൻ റിബൺ ഇൻ MS വേർഡ്? MS വേർഡിൽ റിബണിൽ എത്ര ടാബാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി 7 ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു. അതായത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ടാബായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് റിലേറ്റഡ് കമൻറ്റ്സ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ടെൻഷൻ ഓഫ് ദ മെയിൻ സ്പ്രിംഗ് ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ, ടെൻഷൻ റാച്ചറ്റ് പോളാണ്. To increase mainspring tension, turn equalizer pinion screw. Okay. To increase mainspring tension, loosen ratchet nut and turn mainspring ratchet to proper tension. Mainspring, the element that drives to watch, consists of a flat spring steel band stressed in bending or coil. അതായത് നമുക്ക് ഈ മെയിൻ സ്പ്രിംഗ് ടെൻഷൻ കൂട്ടണമെങ്കിൽ നമുക്ക് ഈ ഇക്വലൈസർ പീനിയൻ സ്ക്രൂ ആണ് ടേൺ ചെയ്യേണ്ടത്. ഇനി ഇൻക്രീസ്, അതായത് ഈ ഒരു സ്പ്രിംഗ് ടെൻഷൻ ലൂസൺ ചെയ്യണമെങ്കിൽ റാച്ചറ്റ് നട്ടും ടേൺ ചെയ്യുക. പിന്നെ മെയിൻ സ്പ്രിംഗ് റാച്ചറ്റും പ്രോപ്പർ ടെൻഷനിലേക്ക് കൊണ്ടുവരാം. മെയിൻ സ്പ്രിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്ലാറ്റ് സ്പ്രിങ്ങും അതുപോലെ തന്നെ സ്റ്റീൽ ബാൻഡ്, മറ്റുള്ള കാര്യങ്ങൾ കോയിലിംഗ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് വരുന്നത്. ഓക്കെ. To decrease mainspring tension, loosen ratchet nut and using adjusting pallet, move in and out until desired tension is secured. Tighten ratchet nut when adjustment has been made. Okay. Dash option displays the total number of cells, formulas, charts, tables, sheets, etc. in a workbook. ആൻസർ ഓപ്ഷൻ എ ആണ്, വർക്ക്ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ്, ഫോർമുലാസ്, ചാർട്ട്സ്, ടേബിൾസ്, ഷീറ്റ്സ് എന്നിവയൊക്കെ അറിയാൻ പറ്റുന്നത്. ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ MS എക്സൽ. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, IM സം ആണ്, IM സം. ഓക്കെ. വിച്ച് ഈസ് ദ കറക്റ്റ് സിൻടാക്സ് ഓഫ് ദ hex2bin ഫംഗ്ഷൻ ഇൻ MS എക്സൽ? അതായത് ഹെക്സാഡെസിമൽ നിന്നും ബൈനറിയിലേക്ക് മാറ്റുന്ന ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സിൻടാക്സ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഈക്വൽ ടു hex2bin നമ്പർ പ്ലേസസ്. ഇൻ hex2bin ഫംഗ്ഷൻ കൺവേർട്ട് എ ഹെക്സാഡെസിമൽ ബേസ് 16 ആണ് നമ്പർ ഇൻ ടു ബൈനറി ബേസ് 2 നമ്പറാണ്. ഹെക്സാഡെസിമൽ number that is to be converted into binary. An optional argument which specifies the number of characters that you want to returned binary number to have. അതായത് നമുക്കവിടെ എത്ര പ്ലേസ് കൊടുക്കാം, അതായത് എത്ര ബൈനറി നമ്പേഴ്സ് വരെ വരാം എന്നുള്ളതും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പവർ പോയിൻറ്റ് ഷേപ്പ് ടൈപ്പ്? താഴെ തന്നിരിക്കുന്നതിൽ ഒരു പവർ പോയിൻറ്റ് ഷേപ്പ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്ക്വയർ. നമുക്ക് പവർ പോയിൻറ്റിൽ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ടാബിൽ ഷേപ്സ് കമാൻഡ്, ഇല്ലുസ്ട്രേഷൻസ് ഗ്രൂപ്പിൽ ഷേപ്സ് കമാൻഡ് വഴി ചെയ്യാൻ പറ്റും. അതിൽ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനു വഴി നമുക്ക്
അവിടെ ഏതാണോ ഡിസൈഡ് ഷേപ്പ് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏത് ലൊക്കേഷനിലാണോ വേണ്ടത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഷേപ്പ് ആഡ് ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെർ പോയിൻറ്റ് ട്രാൻസിഷൻ? ആൻസർ ഓപ്ഷൻ ഡി ഫോൾഡ് ആണ്. The slide transition is a visual effect that occurs when you move from one slide to another next during the presentation. അതായത് സ്ലൈഡ് ട്രാൻസിഷൻ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ട്രാൻസിഷൻ, ഒരു എഫക്റ്റാണ്, വിഷ്വൽ എഫക്റ്റാണ്. യു ക്യാൻ കൺട്രോൾ ദ സ്പീഡ്, ആഡ് സൗണ്ട് ആൻഡ് കസ്റ്റമൈസ് ദ ലുക്ക് ഓഫ് ട്രാൻസിഷൻ എഫക്ട്സ്. അപ്പോൾ ഇതിൽ നമുക്ക് അത് മാറി വരുന്ന സ്പീഡ്, അതിൻ്റെ സൗണ്ട്, ഇതിൻ്റെ ആ ഒരു ലുക്ക് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആനിമേഷൻ ഈസ് എ സ്പെഷ്യൽ എഫക്റ്റ് ദാറ്റ് അപ്ലൈസ് ടു എ സിംഗിൾ എലമെൻറ്റ് ഓൺ എ സ്ലൈഡ് സച്ച് ആസ് ടെക്സ്റ്റ്, എ ഷേപ്പ്, ആൻ ഇമേജ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇവിടെ ആനിമേഷനും ട്രാൻസിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനിമേഷൻ എന്ന് പറയുന്നത് സ്ലൈഡിലെ സിംഗിൾ എലമെൻറ്റിന് കൊടുക്കുന്ന എഫക്റ്റാണ്. ഓക്കെ, അതായത് നമുക്ക് ഷേപ്പിന്, ടെക്സ്റ്റിന്, ഇമേജിന് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എ ട്രാൻസിഷൻ ഈസ് എ സ്പെഷ്യൽ എഫക്റ്റ് ദാറ്റ് അക്വേഴ്സ് വെൻ യു എക്സിറ്റ് വൺ സ്ലൈഡ് ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. അപ്പോൾ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ലൈഡ് എക്സിറ്റ് ആയിട്ട് മറ്റൊരു സ്ലൈഡ് വരുമ്പോൾ കൊടുക്കുന്ന എഫക്റ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പെർ പോയിൻറ്റ് അലൈൻമെൻറ്റ് ഓപ്ഷൻ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അലൈൻ ഡയഗണൽ. അലൈൻ ലെഫ്റ്റ് aligns object along their left edges, aligns center, aligns objects vertically through their centers. പിന്നെ അലൈൻ റൈറ്റ് എന്ന് പറയുന്നത് അലൈൻ ഒബ്ജക്ട്സ് അലോങ് വിത്ത് their right edges. അലൈൻ ടോപ്പ് അലൈൻസ് ഒബ്ജക്ട്സ് അലോങ് their two edges. Which of the following is not a PowerPoint text box option? Answer option C, add shadow effect. Text box is a special type of drawing object that lets you insert and position text anywhere in a presentation. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രോയിങ് ഒബ്ജക്റ്റ് ആണ്. അത് നമുക്ക് എവിടെ ആ ഒരു പ്രസൻറ്റേഷനിൽ എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വരുന്നത്. ടെക്സ്റ്റ് ബോക്സ് ഇസ് ആൻ ഒബ്ജക്റ്റ് യു ക്യാൻ ആഡ് ടു യുവർ ഡോക്യുമെൻറ്റ് ആൻഡ് ദാറ്റ് ലെറ്റ്സ് യു പുട്ട് ആൻഡ് ടൈപ്പ് ടെക്സ്റ്റ് in your file. Okay, text boxes can be useful for drawing attention to specific text and can also be helpful when you need to move the text around in your document. അതായത് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പവർ പോയിൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ? താഴെ തന്നിരിക്കുന്നതിൽ പവർ പോയിൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാറ്റേൺ ഫിൽ ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ഇസ് എ ബാക്ക്ഗ്രൗണ്ട് ഫിൽ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് തീംസ് ഓഫ് കളേഴ്സ്. അതായത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ ഫില്ല് ചെയ്യുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് തീംസ് ഓഫ് കളേഴ്സാണ്. ബാക്ക്ഗ്രൗണ്ട്സ് ആർ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് യു ലേ ദ വിഷ്വൽ എലമെൻറ്റ്സ് ഓഫ് യുവർ പ്രസൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഈ പ്രസൻറ്റേഷൻ ബാക്ക്ഗ്രൗണ്ട്സ് എന്തൊക്കെയാവാം? സോളിഡ് കളേഴ്സ് ആവാം, ടെക്സ്ചേഴ്സ് ആവാം, പാറ്റേൺസ് ആവാം, ഗ്രേഡിയൻസ് ആൻഡ് ഈവൻ ഫോട്ടോസ് വിത്ത് എഫക്ട്സ് ആൻഡ് ഓവർലേസ് ഓൺ ടോപ്പ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പവർ പോയിൻറ്റ് ഓപ്ഷൻ? പവർ പോയിൻറ്റ് പ്രിൻ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്നതിൽ പവർ പോയിൻറ്റ് പ്രിൻ്റ് ഓപ്ഷൻ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ലൈഡ് ഷോ ആണ്. ഓക്കെ, അപ്പോൾ ഫുൾ പേജ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് all your PowerPoint slides will be printed. Notes pages, this prints each slide before as well as of the speaker notes. Outline, this only prints an outline of your slide show. Okay, അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 20 ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.